പെരിയയിൽ സംഘർഷമുണ്ടായി എന്ന ഏറ്റവും പുതിയ വാർത്തയും പുറത്തുവരുന്നു. യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ തകർന്ന പ്രവർത്തകരുടെ വീട് സന്ദർശിക്കാനെത്തിയ CPM ജില്ലാ നേതാക്കളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടയാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണം. അതേസമയം ഇരട്ടക്കൊലക്കേസ് അന്വേഷണം നാളെ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഈ അക്രമം നടന്ന സ്ഥലങ്ങൾ അവിടെ കരുണാകരൻ MP അടക്കം സന്ദർശിക്കുകയാണ് എന്നറിയുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അത് വലിയ തോതിലുണ്ടോ അവിടെ? തീർച്ചയായും ഇവിടെ വലിയ രീതിയിലൊരു സംഘർഷം എന്ന് പറയേണ്ടതില്ല. പക്ഷേ ഇവിടെ തുടക്കത്തിൽ ഇവർ സന്ദർശനത്തിനെത്തിയ സമയത്ത് തന്നെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടയാൻ ശ്രമിച്ചിരുന്നു. ഇതേ തുടർന്നാണ് സംഘർഷമുണ്ടായത്. എന്നാൽ പോലീസ് യഥാസമയം ഇടപെട്ട് ഇവരെ മാറ്റുകയുണ്ടായത്. ഇപ്പോൾ ഈ കരുണാകരൻ MP നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ CPM പ്രവർത്തകരുടെ വീടുകളിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പെരിയ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ചില CPM നേതാക്കളുടെ വീടുകൾക്ക് നേരെ പരക്കെ അക്രമം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് സന്ദർശനം നടത്തിയത്. ഇപ്പോൾ സന്ദർശനം നടത്തുന്നതിനിടയിലാണ് ഈ അക്രമം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ യഥാസമയം പോലീസ് ഇവരെ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സന്ദർശനം തുടരുകയാണ്. ഇതിൽ പ്രധാന പ്രതി എന്ന് പറയുന്ന പീതാംബരന്റെ വീട്ടിലുൾപ്പെടെ സന്ദർശനം നടത്തുമെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ നേതാക്കൾ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ശരിയാണെന്ന് പറയുന്നില്ല. ഇപ്പോഴും വൻ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്തുണ്ട്. ഇവിടേക്കുള്ള ഇപ്പോൾ പല ഭാഗങ്ങളിലേക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവര്. ഈ പെരിയ അതുപോലെ തന്നെ കല്ലിയോട് ഭാഗങ്ങളിലാണ് ഇപ്പോൾ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് AKG സെന്റർ തീയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി CPM പ്രവർത്തകരുടെ വീട് നേരെ അക്രമം ഉണ്ടായതും ഇവിടെയാണ് വൻ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്തുണ്ട്. എന്തായാലും ഇപ്പോൾ സംഘർഷ സാധ്യത ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം അല്പസമയം മുമ്പ് സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇപ്പോൾ എന്തായാലും അതിലൊരു അയവ് വന്നിട്ടുണ്ട്. കാരണം പോലീസിന്റെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ക്രൈംബ്രാഞ്ച് നേരെ നാളെ അന്വേഷണം നടത്തും എന്നാണ്, നാളെ ക്രൈംബ്രാഞ്ചിന് കൈമാറും എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭ്യമായിരിക്കുന്നു. ഇതാ മറ്റൊരു അതിലേക്ക് നമുക്ക് പോകാം. അത് ഇവിടെ ടൗണിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. അതായത് CPM നേതാക്കളുടെ സന്ദർശനത്തിനെതിരെയാണ് ഇപ്പോൾ ഈ കല്ലിയോട് അങ്ങാടിയിലാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. വൻ പോലീസ് സന്നാഹത്തെ നമുക്ക് കാണാം, ദൃശ്യങ്ങളിലൂടെ കാണാം. ഒരു കാരണവശാലും ഇവരെ സന്ദർശിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. ഇവരിപ്പോൾ ഇതിന് സമീപമുള്ള സ്കൂളിനും സമീപമുള്ള വീടുകളിലും മറ്റുമാണ്. കരുണാകരൻ MP, അതുപോലെ തന്നെ K കുഞ്ഞിരാമൻ MLA. വിനേഷ് തുടരുക. ഈ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയ ശേഷം വിനേഷിലേക്ക് വരാം. തുടരുക. Kevi Kudirama Muraje! Kevi Kudirama Muraje! Kevi Kudirama Muraje! Kevi Kudirama Muraje! Kevi Vara Kudirama! Kevi Vara Kudirama! Tunnola ni maira, tunnichu maikko. വിനേഷ് കുമാർ ചേരുകയാണ്. വിനേഷ്, ഇപ്പോൾ സ്ത്രീകൾ അടക്കമുള്ളവരെ കാണാം ഈ സ്ഥലത്ത്. ഇവരുടെ സന്ദർശനം തുടരുകയാണോ? ഈ പ്രശ്നങ്ങൾ കാരണം അവർ കൃത്യമായി സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ടോ? ആദ്യം തുടക്കത്തിൽ തടഞ്ഞിരുന്നു ചില ഭാഗങ്ങൾ, അതായത് ഈ കല്ലിയോട് അങ്ങാടിയിൽ തടഞ്ഞിരുന്നു. അതിനുശേഷം പോലീസ് ഇടപെട്ട് ഇവരെ മാറ്റുകയാണ് ഉണ്ടായത്. ഇവരുടെ അടുത്തുള്ള ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടിന് സമീപം തന്നെയാണ് ഈ പരക്കെ അക്രമം ഉണ്ടായിട്ടുള്ളത്. ഇവിടെയുള്ള വീടുകളിലാണ് സന്ദർശനം നടത്തുന്നത്. ഒപ്പം തന്നെ ഈ സമീപത്ത് ഈ കല്ലിയോട് അങ്ങാടിയിലുള്ള ഒരു AKG സെന്ററിന് നേരെ അക്രമം ഉണ്ടായത്. AKG സെന്റർ തീയിട്ടിരുന്നു. ഈ പ്രദേശം ഇവിടെയാണ് ഇപ്പോൾ സന്ദർശനം നടത്തിയതിനു ശേഷം ഇവരിപ്പോൾ ഇവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കല്ലിയോട് അങ്ങാടിയിൽ ഇപ്പോൾ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി നിൽക്കുന്നത്. വൻ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്തുണ്ട്. മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി ഇവർ സന്ദർശനം നടത്തും എന്നാണ് പറയുന്നത്. ഇതിലെടുത്തു പറയേണ്ടത് രഞ്ജിത്ത് മറ്റൊരു കാര്യം, അതായത് ഇതിലെ പ്രധാന പ്രതി എന്ന് പറയുന്ന പീതാംബരന്റെ വീട്ടിലും സന്ദർശനം നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് പ്രധാനമായും ഈ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാതെ CPM നേതാക്കളുടെ വീടുകൾ മാത്രം സന്ദർശിക്കുന്നു. ഇതിൽ ജനപ്രതിനിധികളായ
പി കരുണാകരൻ അതുപോലെ തന്നെ കെ കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ CPM നേതാക്കളുടെ വീടുകൾ മാത്രമാണ് സന്ദർശിക്കുന്നത്. കൊല്ലപ്പെട്ടവരുടെ വീടുകളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഇതിലാണ് തങ്ങൾ പ്രതിഷേധിക്കുന്നതെന്ന് പറയുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവർ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. MP ഉൾപ്പെടെ പി കരുണാകരൻ MP ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്ഥലത്തെത്തുന്നുണ്ട്. ഇതാ സ്ഥലത്തേക്ക് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത്. സംഘർഷം നടക്കുന്നതിന്റെ അല്ലെങ്കിൽ ഇവർ മുദ്രാവാക്യം വിളികളോടുകൂടി റോഡ് ഉപരോധിച്ചിരിക്കുകയാണ് ഒരു ഭാഗത്ത്. അതിന് സമീപത്തുള്ള സ്കൂൾ അവിടേക്കാണ് ഇപ്പോൾ ഈ പി കരുണാകരൻ MP നേതൃത്വത്തിലുള്ള സംഘം, അതുപോലെ തന്നെ കെ കുഞ്ഞിരാമൻ MLA, CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MB ബാലകൃഷ്ണൻ, കുഞ്ഞമ്പു ഉൾപ്പെടെയുള്ളവരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഇപ്പോൾ പരക്കെ സംഘർഷമാണ്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെ പ്രതിഷേധവുമായി ഒരു കാരണവശാലും അവരെ കടത്തി വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഘർഷം അവർ നടത്തുന്ന ഇപ്പോൾ ഒരു കട സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അക്രമമുണ്ടായ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ഇരട്ടക്കൊലപാതകത്തിൽ അക്രമം ഉണ്ടായപ്പോൾ കത്തിനശിച്ച അല്ലെങ്കിൽ കൊടുത്ത കട ഇപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്, ഇത് തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ് ഇവർ പ്രതിഷേധ മുദ്രാവാക്യം വിളികളോടുകൂടി പ്രതിഷേധിക്കുന്നത്. ഇത് തടയാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്. സന്ദർശിക്കുന്നത് എന്തുകൊണ്ട് വില കൊടുത്തും തടയും എന്നുള്ളൊരു നിലപാടിലാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോലീസിനെ കൊണ്ട് പോലീസ് വലയത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഇപ്പോൾ കല്ലിയോട്ട് അങ്ങാടി. ആ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി മറ്റു പല സ്ഥലങ്ങളിലും ഇവർ സന്ദർശനം നടത്തുന്നുണ്ട്. ജനപ്രതിനിധി എന്ന നിലയിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാതെ CPM പ്രവർത്തകരുടെ വീടുകൾ മാത്രം സന്ദർശിക്കുന്നത് ശരിയല്ല, അത് അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. പി കരുണാകരൻ MP, കെ കുഞ്ഞിരാമൻ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവർ ഈ CPM പ്രവർത്തകരുടെ അക്രമം നടന്ന പരക്കെ രണ്ട് ഭാഗത്തും നടന്നിട്ടുണ്ട്. CPM പ്രവർത്തകരുടെയും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെയും സ്ഥാപനങ്ങൾ പലതും തീയിട്ടും മറ്റ് പല രീതിയിലുള്ള അക്രമം ഉണ്ടായിട്ട് വീടുകൾക്ക് നേരെയും അക്രമം ഉണ്ടായിട്ട്. പക്ഷേ ഇവർ തങ്ങൾക്ക് ഈ ജനപ്രതിനിധികൾ ഉൾപ്പെടെ CPM നേതാക്കളുടെ കടകളും മറ്റും മാത്രമാണ് സന്ദർശിക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. വലിയ മുദ്രാവാക്യം വിളികളോട് കൂടിയിട്ടാണ് ആളുകളെ പോലീസ് പിടിച്ചു മാറ്റുന്നുണ്ട് എന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. രഞ്ജിത്ത്, CPM MP അടക്കം പി കരുണാകരൻ MP അടക്കം MLA അടക്കമുള്ള നേതാക്കൾ സ്ഥലത്തുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ തോതിലുള്ള പ്രതിഷേധം നടക്കുന്നത്. പോലീസ് വളരെ പാടുപെട്ട് ഇവരെ പുറകോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ സന്ദർശനവും തുടരുന്നു. സംഘർഷഭരിതമായ സാഹചര്യമാണ് കല്യാട്ട്. ഒരു സാഹചര്യം ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ലാസ്റ്റ് തരാം, ഞങ്ങളിതൊക്കെ കണ്ടതിന് ലാസ്റ്റ് തരും. സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നു. ഇത് ഇവർ തിരിച്ചു പോവുകയാണോ വിനേഷ്? കരുണാകരൻ അടക്കം തിരിച്ചു പോകുന്ന കാഴ്ചകൾ കാണുന്നു. മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറിയ ശേഷമാണ് CPM നേതാക്കൾ മടങ്ങുന്നത്. എന്താണ് സാഹചര്യം? പുതിയ സാഹചര്യം എന്താണ്? സന്ദർശനം തുടരും തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ചില ഭാഗങ്ങളിൽ സന്ദർശനം നടത്തിയതിനു ശേഷം അവർ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ ഇവരുടെ പ്രതികരണത്തിന് ആരാഞ്ഞപ്പോൾ തങ്ങൾ അവസാനം തരാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പി കരുണാകരൻ MP ഉൾപ്പെടെ തട്ടിക്കയറുന്നത്. എന്തായാലും അല്പസമയത്തിനകം മറ്റ് പല അതായത് അക്രമം നടന്ന മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി എത്തിച്ചേരേണ്ടതുണ്ട്
അതുകൊണ്ട് തന്നെ അവിടെ പോയതിനു ശേഷം അവസാനം തങ്ങൾ പ്രതികരിക്കാം എന്നാണ് പറയുന്നത്. എന്നാൽ ഇവർ കടന്നു പോകുന്ന വാഹനത്തിന് മുമ്പിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാരും പോലീസും നിൽക്കുന്നത്. അവരെ മാറ്റാനുള്ള ഒരു ശ്രമം ആണ് നടക്കുന്നതെങ്കിൽ പോലും അവർ അവിടെ നിന്ന് മാറാൻ തയ്യാറാവുന്നില്ല. പ്രതിഷേധക്കാർ ഇതാ റോഡിന് നടുവിലാണുള്ളത്, ഏറെക്കുറെ റോഡിന് നടുവിലാണുള്ളത്. ഇപ്പോൾ പോലീസ് അവരെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തും. പി കരുണാകരൻ MP, അതുപോലെ തന്നെ കെ കുഞ്ഞിരാമൻ MLA ഉൾപ്പെടെയുള്ളവരാണ്. പോലീസ് അവരെ പല ഭാഗങ്ങളിലേക്കും ആളുകളുടെ പ്രതിഷേധം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പരക്കെ അസഭ്യ വിളികളോടുകൂടി അസഭ്യവർഷം തുറന്നുകൊണ്ടാണ് ആളുകൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളത്. ഇപ്പോൾ പോലീസ് ലാത്തി വീശുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പോലീസ് തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് തന്നെ പോലീസ് ഇവരെ തള്ളി നീക്കുകയും ഈ വാഹനങ്ങൾ സുഗമമായി കടന്നു പോകാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കിയിട്ടുണ്ട്. വൻ പോലീസ് സന്നാഹം തന്നെയാണ് ഉള്ളത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ജനപ്രതിനിധികളുടെ വാഹനങ്ങൾക്ക് തൊട്ടു പിറകിലൂടെ ഈ പ്രതിഷേധക്കാർ ഓടുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇതാ ദൃശ്യങ്ങൾ കാണുന്നു. ചില ഭാഗങ്ങളിൽ ഇപ്പോഴും സംഘർഷത്തിന് കുറവില്ല. സംഘർഷം തുടരുകയെന്ന ഒരു അന്തരീക്ഷം തന്നെയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ലാത്തി വീശേണ്ടി വരും എന്നുള്ള നിലപാടിലേക്ക് തന്നെയാണ് പോലീസ് എത്തുന്നത്. പ്രതിഷേധക്കാർ കടകൾക്ക് മുമ്പിലാണ് ഇപ്പോൾ പ്രതിഷേധം. അതായത് ഈ ജനപ്രതിനിധികൾ കടന്നുപോയ വഴികൾ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലാണ്, അവിടെയാണ് ഇപ്പോൾ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. അവർ കടന്നുപോയിരിക്കുന്നു. പി കരുണാകരൻ MP-യുടെ നേതൃത്വത്തിലുള്ള സംഘം കടന്നുപോയിരിക്കുന്നു. പക്ഷേ പ്രതിഷേധം ഒട്ടും കുറവില്ല. പ്രതിഷേധം വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. പോലീസുമായാണ് ഇപ്പോൾ പ്രധാനമായും ഉള്ളത്. സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് തന്നെ പോലീസിന് ലാത്തി ചാർജ് നടത്താനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടപടിയിലേക്ക് നീങ്ങാൻ കഴിയുന്നില്ല. സ്ത്രീകൾ ഉൾപ്പെടെ ആർത്ത് കരഞ്ഞു വിളിച്ചുകൊണ്ട് തന്നെയാണ് CPM നേതാക്കളെ നേരിടുന്ന ഒരു ദൃശ്യം, അല്ലെങ്കിൽ ഈ ജനപ്രതിനിധികളെ നേരിടുന്ന ഒരു ദൃശ്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും സംഘർഷത്തിന് ഒട്ടും കുറവില്ല. പക്ഷെ പോലീസ് പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് തന്നെയാണ് പ്രശ്നത്തെ നേരിടുന്നത്. കാരണം ഇപ്പോൾ ഒരു ലാത്തി വീശലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഗ്രനേഡ് പ്രയോഗമോ ഉണ്ടാവാനുള്ള, അല്ലെങ്കിൽ അതുണ്ടായാൽ വലിയ പ്രശ്നങ്ങൾ, അത്തരത്തിലൊരു നീക്കം എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലീസ് ഉദ്ദേശിക്കുന്നില്ല. പരമാവധി ഇവരെ പിടിച്ചു മാറ്റുകയും മുന്നോട്ട് കൊണ്ടുപോവുക, ജനപ്രതിനിധികൾക്ക് സന്ദർശിക്കാൻ സുഗമമായ വഴിയൊരുക്കുക, ഒപ്പം തന്നെ ഇവരെ ഈ സംഘർഷം ഉള്ളവരെ മാറ്റുക സ്ഥലത്തുനിന്ന്. അത് മാത്രമാണ് ഇപ്പോൾ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ റോഡിന് നടുവിൽ നിന്ന് കുറച്ച് മാറിയിരിക്കുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്. ആളുകൾ പ്രവർത്തകരെ എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. വിനേഷ്, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ടെലിഫോൺ ലൈനിലുണ്ട്. ഡീൻ, ഇപ്പോൾ ഈ എതിർപ്പ് അവഗണിച്ചും ഈ നേതാക്കൾ സന്ദർശനം തുടരുകയാണ്. അവർ ഈ ആക്രമിക്കപ്പെട്ട വീടുകളിലും കടകളിലും ഒക്കെ പോകുമെന്നാണ് പറയുന്നത്. ഇത്രത്തോളം പ്രകോപനം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ അവിടെ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു വിഭാഗം ആളുകളുടെ എന്ന് വെച്ചാൽ CPM പ്രവർത്തകരുടെ അവർക്ക് അവരുടെ മേഖലകളിൽ മാത്രമാണ് ഈ സന്ദർശനം നടത്തുന്നത് എന്നുള്ളതാണ്. ഇവിടെ എന്താ പറയാ, 2 കുട്ടികൾ മരണപ്പെട്ടിട്ടുള്ള വീടുകളിലേക്കൊന്നും അവർ പോകുന്നില്ല. അവിടെ ഉത്തരവാദിത്തപ്പെട്ട MP-യാണ് പി കരുണാകരൻ. ഇപ്പൊ കരുണാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്താ പറയാ, ഇപ്പോഴും അക്രമം ചെയ്തിട്ടുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുൽസിത ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് CPM കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെതിരെയുള്ള ഒരു ജനകീയ പ്രതിഷേധം ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഡീൻ കുര്യാക്കോസ് ആണ് ഇപ്പോൾ സംസാരിച്ചത്. നന്ദി ഡീൻ. വിനേഷ് കുമാറിലേക്ക് ഒരിക്കൽ കൂടി. വിനേഷ്, ഇപ്പോൾ ഏറ്റവും പുതിയ സാഹചര്യം എന്താണ്? സ്ത്രീകൾ അടക്കമുള്ളവരുടെ ശബ്ദങ്ങൾ, അവരുടെ പ്രതിഷേധങ്ങൾ കാണാം. ആ ദൃശ്യങ്ങളിൽ നമുക്ക് ആദ്യം ഒന്ന് പോകാം. ഞങ്ങള് 2 കുഞ്ഞിനാണ് കൊല്ലത്. 2 കുഞ്ഞിനെ സമയമില്ലേ? ഇതിന് മുമ്പ് സമയമില്ലേ? എന്തിനു വന്നു?
വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, കല്യാട്ട ഈ ഭാഗത്ത് മാത്രമാണോ ഇപ്പോൾ കാര്യമായ പ്രതിഷേധമുള്ളത്? മറ്റു സ്ഥലങ്ങളിലേക്ക് എംപിയും സംഘവും നീങ്ങിയിട്ടുണ്ടല്ലോ, അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? അല്ല രഞ്ജിത്ത്, പ്രധാനമായും ഈ രണ്ടുപേർ, അതായത് രണ്ടുപേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ശരത്ലാലും സുബേഷും കൊല്ലപ്പെട്ട പ്രദേശമാണിത്. അവിടെയാണ് ഇപ്പൊ സന്ദർശനം നടത്തുന്നതിനെതിരാണ് ഇവര് മറ്റു ഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പൊ നമുക്ക് കണ്ടതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു സ്വാഭാവികമായ പ്രതികരണം എന്ന് തന്നെ ഇത് പറയേണ്ടിയിരിക്കുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ തങ്ങളുടെ 2 കുട്ടികളെ കൊന്നില്ലേ, അവർക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കുകയല്ലേ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പോലീസിനോടുള്ള അവരുടെ ഒരു പ്രതികരണം, സ്വാഭാവിക പ്രതികരണമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഒപ്പം തന്നെ ഈ ഭാഗത്ത് പോലീസ് ഉണ്ട്, വലിയ രീതിയിൽ പോലീസ് ഉണ്ട്. ഇപ്പോൾ പോലീസ് പിടിച്ചു മാറ്റുന്ന ഒരു അവസ്ഥയും ഉണ്ട്. പ്രധാനമായും ആളുകൾ പ്രകോപനം, പോലീസ് പരമാവധി സംയമനം പാലിക്കുകയാണ്. പോലീസ് സംയമനം പാലിക്കുന്ന ഒരു അവസ്ഥയാണ്. സ്ത്രീകൾ ഉൾപ്പെടെ അവരുടെ സ്വാഭാവിക പ്രതികരണം തന്നെയാണിത്. അവർ കരഞ്ഞ് ആർത്ത് വിളിച്ചുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ട 2 ജീവനുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കുടിപ്പകയുടെ ഫലമായി അവർക്ക് 2 ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ 2 ജീവനുകൾക്ക് പകരം വെക്കാൻ എന്തുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് അവർ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും തങ്ങൾക്ക് തങ്ങളുടെ 2 കുട്ടികളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഒരു സ്വാഭാവിക പ്രതികരണമാണ്. പക്ഷേ ഇപ്പോൾ സംഘർഷ സാധ്യത കുറഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പോലീസ് ഇവിടെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് പോവാം. ഞങ്ങളെ മക്കളെ മുഖം കണ്ട പറയൂ, ആരും ഉണ്ടകളെന്ന് പറയോ? ഞങ്ങളെ മക്കളെ മുഖം കണ്ടത് മുഖത്ത് ചിരി മാത്രമല്ല, മക്കളല്ല ഞങ്ങളത് പറയാ. അതെ, പീപ്പിൾസ് കോളേജിൽ പഠിക്കാൻ പോയ കുറ്റത്തിനാണ് ഇത് മുഴുവൻ ഉണ്ടായത്. ഇല്ല, തൃപ്തരല്ല, ഞങ്ങൾക്ക് CBI അന്വേഷണം ആവശ്യമുണ്ട്. ഇത് ശരിയല്ല, ഇത് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇത് ശരിയല്ല എന്ന് തോന്നുന്നില്ല. യഥാർത്ഥ പ്രതി എന്ന് നമുക്ക് തോന്നുന്നില്ല. അവരെ ഇങ്ങനെ വെട്ടി നുറുക്കിയത് യഥാർത്ഥ പ്രതികളെ കിട്ടിയിട്ടേ ഇല്ല. ഇനിയും ഇതിന്റെ പിന്നിൽ കളിക്കുന്ന കുറെ ആൾക്കാർ ഇനിയും നാട്ടിലുണ്ടാവാം, ഇനിയും ഉണ്ടാവാം. പ്രതികളെ ഒന്നും കിട്ടിയില്ല. പീതാംബരൻ ഇതില് ഓനൽ പ്രതികാരം തീർത്തല്ലേ? ഇത് പറഞ്ഞ പ്രസംഗം നിങ്ങളെല്ലാം കേട്ടല്ലേ? ഒന്നിനും വെച്ചേക്കില്ലാന്ന് നിങ്ങൾ കേട്ടതല്ലേ? ഞങ്ങളെല്ലാം വീട് ഇവിടെ അടുത്താണ്, ഞങ്ങൾ നേരിട്ട് കേട്ടതാണ്. ഇതിന്റെ ബാക്കിലാണ് ഞങ്ങൾ പറഞ്ഞ പ്രസംഗം. പിന്നെ എന്നല്ല ഇയാൾ വ്യാജമായിട്ട് പ്രചരിപ്പിച്ചത് പറഞ്ഞ ഞങ്ങൾ കേട്ടതാണത്. പിന്നെ അങ്ങനെ അയാൾ പറയുന്നത് കുഞ്ഞിരാമന്മാരാണ് 1ഉം 2ഉം പ്രതികള്. കുഞ്ഞിരാമന്മാരുടെ ഗൂഢാലോചനയാണത്. കുഞ്ഞിരാമന്മാർ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയത്. ഇവരുടെ ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിലും ഏരിയ കമ്മിറ്റി യോഗത്തിലും കുഞ്ഞിരാമന്മാരുണ്ടായിരുന്നു. വളരെ സ്വകാര്യമായിട്ട് രാത്രിക്കാണ് ഇവർ ബ്രാഞ്ച് കമ്മിറ്റി ഏരിയ കമ്മിറ്റി യോഗങ്ങൾ നടത്തിയത്. CBI അന്വേഷണം തന്നെ വേണമെന്നാണ് നിങ്ങൾ? CBI അന്വേഷണം ഇല്ലാതെ നിങ്ങളിപ്പോ ഒരു കാര്യം നോക്കും, ഇതിന്റെ ഗൂഢാലോചനക്കാരെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? ആരോടെങ്കിലും ചോദ്യം ചെയ്തോ? ഇവിടെ വന്നിട്ട് പ്രതികളുടെ വീട്ടിൽ പോയതല്ലാതെ വിക്ടിംസിന്റെ ആരുടെയെങ്കിലും വീട്ടിൽ പോയിട്ട് ഇവർ മൊഴിയെടുത്തോ? ഇവരുടെ ഒരുപാട് ഗൂഢാലോചന. ഇവർ 4 ദിവസമായി ഇവിടെ തമ്പടിക്കുന്നു, പല വീടുകളിൽ മാറി മാറി താമസിക്കുന്നു. ഇവരുടെ ആരുടെയെങ്കിലും വീട്ടിൽ പോയിട്ട് ഇവർ ചോദ്യം ചെയ്തോ? തെളിവെടുത്തോ? ഇവരാ 4 പ്രതികളിൽ ഒതുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇവർക്ക്. ഇതിന്റെ പിന്നിൽ ഒരു 30-40 ആൾക്കാർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഇതിന് അറിവുള്ള ഒരു 19 പേരുണ്ട്. ഒരാളെ പോലും പോലീസ് ചോദ്യം ചെയ്യുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇതിന് സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരു കോറി മുതലാളിയും ഒരു ഭൂ ഉടമയുണ്ട് ഇവിടെ. അവരെ ചോദ്യം ചെയ്യുക, അവർ സുഖമായിട്ട് ഈ നാട്ടുകാരെ വിവരിക്കുന്നുണ്ട്. അവരെ ഇതുവരെ കസ്റ്റഡിയിൽ എടുക്കുകയോ ചോദ്യം ചെയ്യുക പോലും ചെയ്തിട്ടില്ല. അവർ ഈ നേതാക്കന്മാരുടെ സംരക്ഷണം, നേതാക്കന്മാരുടെ വീടുകളിലാണ് കഴിയുന്നത്. അവരെപ്പോഴും രാത്രികാലങ്ങളിൽ ഇതിലെ സഞ്ചരിക്കുന്നുണ്ട്. കല്യാട്ട് പി കരുണാകരൻ MP ഉൾപ്പെടെ ഹർത്താൽ ദിനം ആക്രമിക്കപ്പെട്ട CPM പ്രവർത്തകരുടെ വീടുകളും കടകളും സന്ദർശിക്കാനെത്തിയപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 100 കണക്കിന് പേർ, കോൺഗ്രസ് പ്രവർത്തകർ, നാട്ടുകാരടക്കമുള്ള 100 കണക്കിന് പേർ അവരെ തടയാൻ ശ്രമിച്ചു. അസഭ്യവർഷം നടത്തി അവരുടെ പ്രതിഷേധം അറിയിച്ചു. ഇപ്പോഴും ഈ സ്ഥലത്ത് നേരിയ തോതിലെങ്കിലും പ്രതിഷേധം തുടരുകയാണ്. ഏതായാലും സന്ദർശനം പൂർത്തിയാക്കി അവർ മടങ്ങി എന്നാണ് അറിയാൻ കഴിയുന്നത്. വിനേഷ് കുമാറാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.